സുധിയും ശ്രുതിയും വിശ്വനാഥനെ കണ്ടെത്തിക്കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും സച്ചിയും രേവതിയും അന്വേഷണം തുടരാനും അമ്പലത്തിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ മേടിക്കാനും തീരുമാനിക്കുന്നു. ഇതിനിടയിൽ മലേഷ്യയിൽ നിന്നും ദിവാകരൻ എന്നൊരാൾ സച്ചിക്ക് 3 ദിവസത്തെ ഓട്ടം നൽകുന്നതോടെ ഈ ഓട്ടത്തിലൂടെ ഒരുപാട് കാശ് കിട്ടുമെന്ന് പറഞ്ഞ് സച്ചി സന്തോഷിക്കുന്നു. ശേഷം ഇരുവരും പ്രണയനിമിഷങ്ങൾ പങ്കുവെക്കുന്നു. പിറ്റേ ദിവസം ശ്രുതി വിളിച്ചിട്ട് എത്തുന്ന ആന്റണിയോട് ശരത്തിന്റെ വീഡിയോ പുറത്തുവിട്ടത് ആന്റണിയാണെന്ന് സച്ചിക്ക് സംശയമുള്ളതായി ശ്രുതി പറയുന്നു. തുടർന്ന് 30 ലക്ഷം തട്ടിക്കൊണ്ടുപോയ വിശ്വനാഥനെ കണ്ടെത്താനായി ആന്റണിയുടെ സഹായം ആവശ്യപ്പെടുകയും അമ്പലത്തിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ എടുക്കാനും ഏൽപ്പിക്കുന്നു. ഇതിനിടയിൽ മലേഷ്യയിൽ നിന്നുള്ള ദിവാകരനും വൈഫും സച്ചിയുടെ കാറിൽ യാത്ര ചെയ്യുന്നു. തുടർന്ന് അദ്ദേഹവും ഭാര്യയുമായി സച്ചി സൗഹൃദം സ്ഥാപിക്കുന്നു. ശേഷം ഇരുവരുടെയും വിവാഹവാർഷികത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പോകാനായി ഒരുങ്ങുമ്പോൾ വഴിപാടുകൾ നടത്താനായി സച്ചി രേവതിനെ വിളിച്ചേൽപ്പിക്കുന്നു. പിന്നീട് ക്ഷേത്രത്തിലെത്തുന്ന ആന്റണീനെ കണ്ട് ശരത്തിനും ലക്ഷ്മിയമ്മയ്ക്കും ദേവുവിനും ആകെ ടെൻഷനാവുന്നു. ശേഷം ക്ഷേത്രത്തിന്റെ മാനേജറെ കാണുന്ന ആന്റണി CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും രേവതി ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത ദൃശ്യങ്ങൾ തനിക്ക് തരാൻ കഴിയില്ലെന്ന് മാനേജർ പറയുന്നു. തുടർന്ന് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് ആന്റണി എന്നൊരാൾ കാണാൻ വന്ന വിവരം മാനേജർ രേവതിനെ അറിയിക്കുന്നു. തുടർന്ന് ആന്റണിയും CCTV ദൃശ്യങ്ങൾ വന്ന വിവരം രേവതി ശരത്തിനോട് പറയുന്നു. ഇതേസമയം അവിടെ എത്തുന്ന സച്ചി ദിവാകരനെയും ഭാര്യയെയും രേവതിയെയും കുടുംബത്തെയും പരിചയപ്പെടുത്തി കൊടുക്കുകയും ക്ഷേത്ര ദർശനത്തിനായി കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ഇരുവരെയും വിരുന്നിനായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയുന്ന സച്ചിയോട് ഇവർ വന്നാൽ മലേഷ്യയിലുള്ള ശ്രുതിയുടെ അച്ഛനെ പറ്റി അന്വേഷിക്കാമെന്നും അവളുടെ കള്ളത്തരങ്ങൾ പൊളിക്കാമെന്നും രേവതി പറയുന്നു. തുടർന്ന് ഇരുവരെയും വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇരുവരും വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിക്കുന്നു. ഇതിനിടയിൽ ആന്റണി CCTV ദൃശ്യങ്ങൾ അന്വേഷിച്ച് വന്ന വിവരം രേവതി സച്ചിനെ അറിയിക്കുന്നു. തുടർന്ന് ഇന്നുകൊണ്ട് ശ്രുതിയുടെ മലേഷ്യ കഥകൾ നമുക്ക് പൊളിക്കാമെന്ന് സച്ചി രേവതിയോട് പറയുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.